കഴിഞ്ഞ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തത് ആ ഒരു വീട്ടിൽ വന്നിട്ടുള്ള RCCBയുടെ ഔട്ടായിട്ട് വരുന്ന ന്യൂട്രൽ ലൈന് ഏതോ ഒരു ഭാഗത്ത് വെച്ചിട്ട് എർത്തിങ് സംഭവിക്കുന്നുണ്ട്. ഇത് കാരണമാണ് നല്ല മഴ പെയ്യുന്ന സമയത്ത് RCCB ട്രിപ്പ് ആവുന്നത് എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്തത്. ഇന്ന് നമുക്ക് ഈ RCCBയുടെ ഔട്ടായിട്ട് വരുന്ന ന്യൂട്രൽ ലൈന് ഏത് ഭാഗത്ത് വെച്ചിട്ട് എർത്തിങ് സംഭവിക്കുന്നു, എങ്ങനെ എർത്തിങ് സംഭവിക്കുന്നു എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കടക്കാം. ഹായ് ഫ്രണ്ട്സ്, ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗാമ റൈസ്. നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഇനി ഇവിടെ കണ്ടെത്തേണ്ടത് RCCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ന്യൂട്രൽ ലൈന് ഏത് ഭാഗത്ത് വെച്ചിട്ട് എർത്തിങ് സംഭവിക്കുന്നു, എങ്ങനെയാണ് എർത്തിങ് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടാണ്. അതിനു മുൻപ് ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ ഇന്ന് ചെയ്യുന്ന ഈ ഒരു വീഡിയോ എന്നത് ഇത് 3ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇതിനു മുൻപ് 2 എപ്പിസോഡ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാതെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ദയവായി നിങ്ങൾ ആദ്യത്തെ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക, അതിനുശേഷം 2ാമത്തെ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക, എന്നിട്ട് ഈ 3ാമത്തെ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. എങ്കിലാണ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ എപ്പിസോഡും തുടർന്ന് വരുന്ന 2ാമത്തെ എപ്പിസോഡും അതിനുശേഷമുള്ള ഈ ഒരു എപ്പിസോഡും എല്ലാം ക്രമമായി ലഭിക്കുവാൻ വേണ്ടി ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോക്ക് താഴെ പിൻ ചെയ്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ എപ്പിസോഡും കാണാം, തുടർന്ന് വരുന്ന 2ാമത്തെ എപ്പിസോഡും കാണാം, അതിനുശേഷം ഈ ഒരു എപ്പിസോഡും കാണാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇനി വിഷയത്തിലേക്ക് കടക്കാം. നമുക്കിനി നോക്കേണ്ടത് RCCBയുടെ ഔട്ടായിട്ട് വരുന്ന ന്യൂട്രൽ ലൈന് ഏത് ഭാഗത്ത് വെച്ചിട്ട് എർത്തിങ് സംഭവിക്കുന്നു, എങ്ങനെ എർത്തിങ് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചിട്ടാണ്. നമുക്കിത് നോക്കണമെങ്കിൽ അത് അല്പം ബുദ്ധിമുട്ട് തന്നെയാണ് വരുന്നത്. കാരണം RCCBയുടെ ഔട്ടായിട്ട് വരുന്ന ന്യൂട്രൽ ലൈന് അത് എല്ലാ ഉപകരണത്തിലേക്കും എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉപകരണത്തിലേക്ക് എത്തിച്ചേരുന്ന ഈ ഒരു ന്യൂട്രൽ ലൈന് അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് എർത്തിങ് സംഭവിക്കുകയാണെങ്കിൽ RCCB ട്രിപ്പ് ആവാം. ഇനി ഉപകരണത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്, അതിനുശേഷം ഉപകരണത്തിന് ബോഡി ഷോട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബോഡിയിൽ നിന്ന് ഈ ഒരു ന്യൂട്രൽ ലൈന് പുറത്തേക്ക് ഒഴുകുന്ന ഒരവസ്ഥയുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിലും RCCB ട്രിപ്പ് ആവാനുള്ള സാധ്യത അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടെത്തണമെങ്കിൽ അല്പം പ്രയാസം തന്നെയാണ് വരുന്നത്. ഞാൻ ഈ കംപ്ലൈൻറ്റ് കണ്ടെത്തിയത് വളരെ സിമ്പിളായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ അതിലും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിവിടെ RCCBയുടെ ഔട്ടായിട്ട് വരുന്ന ന്യൂട്രൽ ലൈന് എർത്തിങ് സംഭവിക്കുന്നത് കാരണമാണ് RCB ട്രിപ്പ് ആവുന്നത് എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ഇദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കും കൂടി നമുക്കിവിടെ പരിഗണിക്കാം. ഇദ്ദേഹം മുൻപ് പറഞ്ഞിട്ടുണ്ട് മഴ പെയ്യുന്ന സമയത്ത് എല്ലാ ബ്രേക്കറും ഓഫ് ചെയ്ത് വെച്ചിട്ടും RCB നിൽക്കുന്നില്ല എന്ന്. ആ ഒരു കാര്യം കൂടി നമ്മളിവിടെ പരിഗണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ RCCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ന്യൂട്രൽ ലൈന് എർത്തിങ് സംഭവിക്കുന്നത് കാരണം തന്നെയാണ് RCCB ട്രിപ്പ് ആവുന്നത്. ആ എർത്തിങ് സംഭവിക്കാനുള്ള കാരണമായിട്ട് വരുന്നത് ഇവിടെ മഴവെള്ളം തന്നെയാണ്. അപ്പോൾ മഴ പെയ്യുന്ന സമയത്താണ് ഈ RCB ട്രിപ്പ് ആവുന്നത്. അപ്പോൾ നമുക്കിവിടെ കണ്ടെത്തേണ്ടത് RCCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ന്യൂട്രൽ ലൈന് അത് എല്ലാ ഉപകരണത്തിലേക്കും പോകുന്നുണ്ട്. അപ്പോൾ ഈ ഉപകരണത്തിന് ബോഡി ഷോട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ഉപകരണത്തിന്റെ ബോഡിയിൽ നിന്ന് ന്യൂട്രൽ ലൈന് പുറത്തേക്ക് ഒഴുകുന്ന ഒരവസ്ഥ വരും. ഈ പുറത്തേക്ക് ഒഴുകുന്ന ന്യൂട്രൽ ലൈന് പിന്നീട് മഴവെള്ളം തട്ടുന്ന സമയത്ത് മഴവെള്ളത്തിലൂടെ എർത്തിങ് സംഭവിക്കാനുള്ള സാധ്യത വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധ്യത ഈ വീട്ടിൽ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കണം. അത് കൂടാതെ RCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ഈ ന്യൂട്രൽ ലൈന് തന്നെ നമ്മൾ മണ്ണിന്റെ അടിയിലൂടെ ഒക്കെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഈ ഒരു ന്യൂട്രൽ ലൈന് ഇൻസുലേഷൻ പോയിട്ട് അതിലേക്ക് വെള്ളം കയറി വരുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിലും RCCB ഇവിടെ ട്രിപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യതയും നമുക്ക് ഇവിടെ പരിശോധിക്കേണ്ടി വരും. അത് കൂടാതെ മറ്റു 2 സാധ്യതകളും ഇവിടെ സൂചിപ്പിക്കാം. നമ്മൾ സാധാരണ മെറ്റൽ ബോർഡൊക്കെ തന്നെ എർത്ത് ചെയ്യാറുണ്ട്. നമ്മൾ എർത്ത് ചെയ്യാൻ എർത്ത് കണക്ഷനാണ് ഇവിടെ ഉപയോഗിക്കാറ്. എന്നാൽ ഈ എർത്ത് കണക്ഷന് പകരം ന്യൂട്രൽ ലൈന് ഉപയോഗിച്ചിട്ടാണ് എർത്ത് ചെയ്തിട്ടുള്ളത് എന്ന് കരുതുക. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ള ആ ഒരു മെറ്റൽ ബോർഡ് പിന്നീട് മഴ പെയ്യുന്ന സമയത്ത്, അതായത് മെറ്റൽ ബോർഡ് അകത്താണ്, അതൊരു പുറം ചുമരാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ പുറം ചുമര് നനയുന്ന സാഹചര്യങ്ങൾ വരാം. അങ്ങനെ വരുമ്പോൾ ഈ ചുമര് നല്ല ഒരു ഈർപ്പം നിലനിർത്തുന്ന ഒരവസ്ഥയായിട്ട് മാറും. അപ്പോൾ ഇവിടെ ഈ ഒരു മെറ്റൽ ബോർഡിലേക്ക് ഈർപ്പം കിട്ടുന്ന സാഹചര്യത്തിൽ ആ മെറ്റൽ ബോർഡ് ഓൾറെഡി ന്യൂട്രൽ ലൈൻ ഉപയോഗിച്ചിട്ടാണ് എർത്ത് ചെയ്തിട്ടുള്ളത് എന്ന് കരുതുക.
അങ്ങനെയാണെങ്കിൽ ഈ ന്യൂട്രൽ ലൈൻ എർത്തായിട്ട് മാറുന്ന ഒരു സാഹചര്യം വരാം. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിലും RCCB ട്രിപ്പ് ആവാം. അപ്പോൾ ഈ സാധ്യതകളും നമുക്കിവിടെ പരിശോധിക്കേണ്ടി വരും. ഞാനിവിടെ RCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ന്യൂട്രൽ ലൈന് എർത്തിങ് സംഭവിക്കാനുള്ള 4 കാരണങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. നമുക്കിനി ഈ വീടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ വന്നിട്ടുള്ള ആ RCBയുടെ ഔട്ടായിട്ട് വരുന്ന ന്യൂട്രൽ ലൈന് എങ്ങനെയാണ് എർത്തിങ് സംഭവിക്കുന്നത്, അത് എവിടെ വെച്ചിട്ടാണ് എർത്തിങ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഇനി നോക്കാം. RCCBയുടെ ഔട്ടായിട്ട് വരുന്ന ന്യൂട്രൽ ലൈന് ഏത് ഭാഗത്ത് വെച്ചിട്ടാണ് എർത്തിങ് സംഭവിക്കുന്നത് എന്നറിയാൻ വേണ്ടി ഞാൻ ആദ്യം പരിശോധന നടത്തിയത് ഈ ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കണക്ഷനുകളാണ്. അതായത് മതില്, ഗേറ്റ് അങ്ങനെ വരുന്ന ആ ഒരു കണക്ഷനാണ് ആദ്യം പരിശോധിച്ചത്. അപ്പോൾ അതിൻ്റെ കാരണം വളരെ സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു തരാം. അപ്പോൾ അതിൻ്റെ കാരണം മനസ്സിലാൻ വേണ്ടി ഞാൻ ഒരു സ്കെച്ച് വരച്ചിട്ടുണ്ട്. ഈ ഒരു സ്കെച്ച് എന്നത് ഒരു 3 ഫേസ് DB ബോർഡും പിന്നെ ഒരു മതിലും പിന്നെ നമ്മുടെ ഭൂമിയും. അപ്പോൾ ഇങ്ങനെ ഒരു സ്കെച്ചാണ് ഇപ്പോൾ വരച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മതിലിൽ വന്നിട്ടുള്ള ഈ ഒരു ലൈറ്റ് പോയിന്റ് അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചിത്രം അത്ര വ്യക്തത ഇല്ല എന്ന് തോന്നുന്നു. കാരണം ക്യാമറ ഒരുപാട് ബാക്കിൽ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോസ് എടുക്കുന്നത്. കാരണം ഇത് 4 ചാർട്ട് പേപ്പറിൽ നമ്മൾ വരച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ 4 ചാർട്ട് പേപ്പർ ക്യാമറയിൽ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ 1080p സെലക്ട് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. എങ്കിലാണത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഒരു 3 ഫേസ് DB ബോർഡ് വന്നിട്ടുണ്ട്. ഇവിടെ ഭൂമിയാണ്, ഇത് നമ്മുടെ വീടിൻ്റെ ചുമരാണ്, ഇത് മതിലാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പോകുന്ന ആ ഒരു കണക്ഷൻ എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ളത് ഐസൊലേറ്റർ ആണ്. അപ്പോൾ ആ ഐസൊലേറ്ററിലേക്ക് 4 ഇൻപുട്ട് വരുന്നു. അതായത് 3 ഫേസും ഒരു ന്യൂട്രും. അപ്പോൾ ഈ ഐസൊലേറ്ററിലേക്ക് 3 ഫേസും വന്നിട്ടുണ്ട്, ന്യൂട്രും വന്നിട്ടുണ്ട്. ഐസൊലേറ്ററിലേക്ക് 3 ഫേസും ന്യൂട്രും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഐസൊലേറ്റർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 ഫേസും ഒരു ന്യൂട്രും ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ലഭിക്കുന്ന ഈ ഔട്ട്പുട്ട് വയറുകൾ നമ്മൾ RCCBൻ്റെ ഇൻപുട്ട് സെക്ഷനിലേക്ക് കൊടുക്കുന്നു. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു RCCB ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് 4 ഔട്ട്പുട്ട് ലഭിക്കുന്നു. അതായത് 3 ഫേസും ഒരു ന്യൂട്രും. ഇവിടെ RCBയുടെ ഔട്ട്പുട്ടായി ലഭിക്കുന്ന ഈ ഒരു ന്യൂട്രൽ കണക്ഷന് അത് നമ്മൾ നേരെ വയർ ഉപയോഗിച്ചിട്ട് നേരെ DB ബോർഡിൽ വന്നിട്ടുള്ള ന്യൂട്രൽ ബാറിലേക്ക് കൊടുക്കുന്നു. നമ്മൾ ഈ ന്യൂട്രൽ ബാറിൽ നിന്ന് നമ്മൾ വീണ്ടും വയർ ഉപയോഗിച്ചിട്ട് ഇവിടെ വന്നിട്ടുള്ള സ്വിച്ച് ബോർഡിലേക്ക് കൊണ്ടുവരുന്നു. ഈ ഒരു സ്വിച്ച് ബോർഡിൽ നിന്ന് വീണ്ടും ഈ ഒരു ന്യൂട്രൽ വയർ അത് നേരെ ഈ ഒരു ലൈറ്റ് പോയിന്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ RCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ആ ഒരു ന്യൂട്രൽ കണക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് നേരെ ന്യൂട്രൽ ബാറിലേക്ക് എത്തിച്ചേരുന്നു. വീണ്ടും അതേ വയർ തന്നെ ഈ ഒരു സ്വിച്ച് ബോർഡ് വഴി ഈ ഒരു ലൈറ്റ് പോയിന്റിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ 3 ഘട്ടങ്ങൾ വരുന്നുണ്ട്. RCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ന്യൂട്രൽ വയർ അത് ന്യൂട്രൽ ബാറിലേക്ക് എത്തുന്നത് വരെ ഒരു പക്ഷേ അവിടെ 10 mm വയറായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക. ഇനി ന്യൂട്രൽ ബാറിന് ശേഷം ഈ ഒരു സ്വിച്ച് ബോർഡിലേക്ക് വരുന്ന ഈ ഒരു ന്യൂട്രൽ വയർ അത് 2.5 ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാകുക. ഇനി ഈ ഒരു സ്വിച്ച് ബോർഡിന് ശേഷം വീണ്ടും ഈ ന്യൂട്രൽ വയർ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ഒരു പക്ഷേ ഈ ഒരു വയറിൻ്റെ കനം വരുന്നത് 1.5 ആയിരിക്കും. എന്നാൽ ഇവിടെ നമ്മൾ വയറിൻ്റെ ആ ഒരു കണക്ഷൻ നോക്കുകയാണെങ്കിൽ RCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ആ ഒരു ന്യൂട്രൽ കണക്ഷന് അത് ഡയറക്റ്റ് ഈ ഒരു സ്വിച്ച് ബോർഡ് വഴി ഈ ഒരു ലൈറ്റ് പോയിന്റിലേക്ക് എത്തിച്ചേരുന്ന ആ രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയത്ത് ഈ മതിൽ വന്നിട്ടുള്ള ഈ ഒരു ലൈറ്റ് ഇപ്പോൾ കത്തുന്നില്ല. അപ്പോൾ നമുക്ക് ലൈറ്റ് കത്തണമെങ്കിൽ ഈ മതിൽ വന്നിട്ടുള്ള ആ ഒരു ലൈറ്റ് പോയിന്റിലേക്ക് ഫേസ് കണക്ഷൻ കൂടി നൽകണം. അപ്പോൾ അതിനു വേണ്ടി നമുക്കിവിടെ ഈ RCBയുടെ ഔട്ടായിട്ട് ലഭിക്കുന്ന ഈ 3 ഫേസ് കണക്ഷൻ അത് നമ്മളിവിടെ സെലക്ടർ വെച്ച് വഴി കണക്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഈ സെലക്ടർ വെച്ച് 1ാമത്തെ ഫേസിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഔട്ട്പുട്ടായിട്ട് 1ാമത്തെ ഫേസ് ലഭിക്കും. ആ ഒരു ഫേസ് കണക്ഷന് നമ്മളിവിടെ ബ്രേക്കർ വഴി നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നുണ്ട്. ആ ഒരു ഫേസ് കണക്ഷന് ഞാനിവിടെ ചുവന്ന മഷിയിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ആ ഒരു ഫേസ് കണക്ഷൻ നേരെ ഈ ഒരു സ്വിച്ച് ബോർഡിലേക്ക് കൊണ്ടുവരുന്നു. ഈ ഒരു സ്വിച്ച് ബോർഡിൽ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ആ ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ആ ഒരു ഫേസ് കണക്ഷന് ഇവിടെ ഈ ഒരു ലൈറ്റ് പോയിന്റിലേക്ക് ലഭിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലൈറ്റ് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഈ സെലക്ടർ സ്വിച്ചിലേക്ക് നമ്മൾ 3 ഫേസ് നമ്മൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നാമത്തെ ഫേസിൽ നിന്ന് സെലക്ടർ സ്വിച്ച് രണ്ടാമത്തെ ഫേസിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സമയത്ത് ആ ഒരു ലൈറ്റ് പോയിന്റ് രണ്ടാമത്തെ ഫേസിലും ഉപയോഗിക്കാൻ സാധിക്കും. ഇനി സെലക്ടർ സ്വിച്ച് നമ്മൾ മൂന്നാമത്തെ ഫേസിലേക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സമയത്ത് മൂന്നാമത്തെ ഫേസ് ആയിരിക്കും ഈ ഒരു ബ്രേക്കർ വഴി ഈ ഒരു സ്വിച്ച് ബോർഡിലേക്ക് എത്തുന്നത്. ആ ഒരു സമയത്തും നമുക്ക് ഈ ഒരു ലൈറ്റ് കത്തിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് സെലക്ടർ സ്വിച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് 3 ഫേസ് വഴിയും നമുക്ക് ഈ ഒരു ലൈറ്റ് കത്തിക്കാൻ സാധിക്കും. ഞാനിപ്പോൾ സൂചിപ്പിച്ചത് ഈ മതിൽ വന്നിട്ടുള്ള ആ ഒരു ലൈറ്റ് പോയിന്റ് അതിലേക്ക് വയറിങ്ങിന്റെ കണക്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്നത് നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ വീട്ടിലെ എല്ലാ ബ്രേക്കറും ഓഫ് ചെയ്ത് വെച്ചിട്ടും RCB നിൽക്കാത്തൊരവസ്ഥയാണ് എന്നതാണ്. അപ്പോൾ അതിന് നമ്മളൊരു കാരണമായി കണ്ടെത്തിയത് RCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ന്യൂട്രൽ ലൈന് ഏതോ ഒരു ഭാഗത്ത് വെച്ചിട്ട് എർത്തിങ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എർത്തിങ് സംഭവിക്കാൻ ഒരു കാരണമായിട്ട് വരുന്നത് മഴ തന്നെയാണ് ഒരു കാരണമായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു കാരണം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീടിൻ്റെ പുറത്തേക്ക് പോയിട്ടുള്ള കണക്ഷനൊക്കെ പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പുറത്തേക്ക് പോയിട്ടുള്ള ആ ഒരു കണക്ഷൻ നമുക്കൊന്ന് നോക്കാം. ഈ കാണുന്നത് വീടിൻ്റെ മതിലാണ്, അതായത് വീടിൻ്റെ പുറത്ത് കാണുന്ന മതിലാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് വീടിൻ്റെ ചുമരാണ്, അതായത് വീടിൻ്റെ ചുമരിൽ ഒരു സ്വിച്ച് ബോർഡ് വന്നിട്ടുണ്ട്. ആ ഒരു സ്വിച്ച് ബോർഡാണ് ഈ വരച്ച് വെച്ചിട്ടുള്ളത്. അതിലൊരു സ്വിച്ചും വന്നിട്ടുണ്ട്. ആ ഒരു സ്വിച്ച് എന്നത് ഈ ഒരു ലൈറ്റിൻ്റെ സ്വിച്ചാണ്. ഇനി ഈ ഒരു സ്വിച്ച് ബോർഡിൽ നിന്ന് താഴോട്ട് ഒരു വയറിങ്ങിൻ്റെ പൈപ്പ് പോയിട്ടുണ്ട്. ആ ഒരു പൈപ്പ് മണ്ണിലൂടെ അത് കൊണ്ടുപോകുന്നു. അത് എന്നിട്ട് ഈ ഒരു മതിലിലേക്ക് കയറി വരുന്നു. അപ്പോൾ ഈ ഒരു ചുമരിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് കൊണ്ടുവന്നതിന് ശേഷം അത് ഭൂമിയിലൂടെ നമ്മൾ ഈ മതിലിലേക്ക് കൊണ്ടുവന്ന ആ ഒരു പൈപ്പിൽ 2 വയർ വരുന്നുണ്ട്, അതായത് ഫേസും ന്യൂട്രും. ഇത് ഈ ഒരു സ്വിച്ച് ബോർഡിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്വിച്ച് ബോർഡിൽ വന്നിട്ടുള്ള ആ ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് മതിലിൽ വന്നിട്ടുള്ള ആ ഒരു ലൈറ്റ് പ്രകാശിക്കും. ഇനി മഴ പെയ്യുന്ന സമയത്ത് RCB എങ്ങനെയാണ് ട്രിപ്പ് ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് RCB ട്രിപ്പ് ആവാൻ 2 കാരണങ്ങൾ വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ കാരണം നമുക്ക് നോക്കാം. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വെള്ളം ഭൂമിയിലേക്ക് വരുന്നു. ഇങ്ങനെ വരുന്ന വെള്ളം ഈ ഒരു പൈപ്പിൻ്റെ ഉള്ളിലേക്കും വരും. സ്വാഭാവികമായിട്ടും ആ ഒരു പൈപ്പിൻ്റെ ഉള്ളിലേക്കും വരും. കാരണം നമ്മളിവിടെ വയറിങ്ങിൻ്റെ പൈപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വയറിങ്ങിൻ്റെ പൈപ്പ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ എൽബോ, അതുപോലെ തന്നെ ബെൻഡ്, പിന്നെ 2 പൈപ്പുകൾ ചേർന്ന് വരുന്ന ആ ഒരു ഭാഗം, അപ്പോൾ അതിലൂടെയൊക്കെ വെള്ളം കയറി വരാനുള്ള സാധ്യത വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെള്ളം കയറി വരുന്ന സാഹചര്യത്തിൽ ഈ പൈപ്പിൻ്റെ ഉള്ളിലൂടെ പോയിട്ടുള്ള ആ ഒരു വയറിൻ്റെ ഇൻസുലേഷൻ പോകാനുള്ള സാധ്യത വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വയറിന് ഇൻസുലേഷൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഈ റെഡ് മഷിയിൽ വരച്ചിട്ടുള്ളത് ഫേസ് വയറാണ്. ആ ഫേസ് വയറിൻ്റെ ഇൻസുലേഷൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, ഈ ഭാഗത്തു നിന്ന് പോയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ ഇടക്കിടക്ക് അതിന് ഇൻസുലേഷൻ പോയിട്ടുണ്ട് എന്ന് കരുതുക. ഇവിടെ ബ്ലാക്ക് മഷിയിൽ വരച്ചിട്ടുള്ളത് ന്യൂട്രൽ വയറാണ്. ആ ഒരു ന്യൂട്രൽ വയറിൻ്റെയും ഇൻസുലേഷൻ ചില ഭാഗത്ത് പോയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 2 വയറിൻ്റെയും ഇൻസുലേഷൻ പോയി കഴിഞ്ഞാൽ പിന്നീട് അവിടെ സംഭവിക്കുന്ന കാര്യം ഈ പൈപ്പിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിലൂടെ കറണ്ട് പാസ് ചെയ്യും, അതായത് വെള്ളം ഇവിടെ ഒരു ചാലകമായിട്ട് പ്രവർത്തിക്കും. തൽഫലമായിട്ട് ഫേസും ന്യൂട്രും തമ്മിൽ ഡയറക്റ്റ് ഒരു ബന്ധം വരും. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ആ ഒരു ബ്രേക്കർ ട്രിപ്പ് ആവാം. ഒരു പക്ഷേ ബ്രേക്കർ ട്രിപ്പ് ആയിട്ടില്ല എങ്കിൽ ആ ഒരു സമയത്ത് RCB ഇവിടെ ട്രിപ്പ് ആവാം. കാരണം RCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ഫേസും ന്യൂട്രും തമ്മിൽ ഡയറക്റ്റ് ഒരു ബന്ധമാണ് ഈ ഒരു സമയത്ത് വരുന്നത്. അപ്പോൾ ഇത്
നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ പുറത്തേക്ക് പോയിട്ടുള്ള ഈ ഒരു കണക്ഷനൊക്കെ ഇവിടെ പരിശോധിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാരണം കൂടിയുണ്ട്. ആ രണ്ടാമത്തെ കാരണം സംഭവിച്ചു കഴിഞ്ഞാലും RCCB ഇവിടെ ട്രിപ്പ് ആവാം. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഫേസിൻ്റെ വയറിൻ്റെ ഇൻസുലേഷൻ പോയിട്ടില്ല എന്ന് കരുതുക. പക്ഷെ ന്യൂട്രൻ്റെ വയറിൻ്റെ ഇൻസുലേഷൻ പോയിട്ടുണ്ട് എന്ന് സങ്കല്പിക്കുക. ഇവിടെ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ഒരു പൈപ്പിനകത്തേക്ക് വെള്ളം കയറി വരും. അങ്ങനെ വെള്ളം കയറി വരുന്ന സമയത്ത് ഈ വെള്ളം നമ്മുടെ ന്യൂട്രൽ വയറിൻ്റെ ഇൻസുലേഷൻ പോയിട്ടുണ്ട്. അപ്പോൾ അതുമായി കൂടിച്ചേരും. ഈ പൈപ്പിനകത്ത് വെള്ളം നിൽക്കുന്നുണ്ട്. വെള്ളത്തിലൂടെ കറണ്ട് പാസ് ചെയ്യും. നമ്മൾ പൈപ്പ് നിൽക്കുന്നത് ഭൂമിയുടെ അടിഭാഗത്താണ്. അതായത് ഭൂമിയുടെ അടിയിലാണ് ഈ ഒരു പൈപ്പ് ഇട്ടിട്ടുള്ളത്. ആ പൈപ്പിലേക്ക് വെള്ളം കയറി വരുന്നുണ്ട്. ഈ പൈപ്പിൻ്റെ അടിയിലും ഭൂമി തന്നെയാണ്. ഈ പൈപ്പിലേക്ക് കയറിയിട്ടുള്ള വെള്ളം തിരിച്ച് താഴോട്ട് ഒഴുകുന്ന ഒരു സാഹചര്യം കൂടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ വെള്ളത്തിലൂടെ ന്യൂട്രൽ കറണ്ട് ഭൂമിയിലേക്ക് ഒഴുകുന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അതായത് RCCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ആ ഒരു ന്യൂട്രൽ ലൈന് അത് ന്യൂട്രൽ ബാർ വഴി സ്വിച്ച് ബോർഡിലേക്ക് എത്തുന്നു. സ്വിച്ച് ബോർഡിൽ നിന്ന് ആ ഒരു ന്യൂട്രൽ വയർ ഇവിടെ ലൈറ്റ് പോയിന്റിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടക്ക് വയറിൻ്റെ ഇൻസുലേഷൻ പോയത് കൊണ്ട് ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് ആ ഒരു പൈപ്പിലേക്ക് വെള്ളം കയറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിലൂടെ ഈ ഒരു ന്യൂട്രൽ കറണ്ട് പിന്നീട് ഭൂമിയിലേക്ക് ഒഴുകുന്ന ഒരവസ്ഥയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തും ഇവിടെ RCCB ട്രിപ്പ് ആവാം. ഇവിടെ ഈ ഒരു സമയത്ത് മറ്റെല്ലാ ബ്രേക്കറും ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും RCCB ഇവിടെ നിൽക്കാത്തൊരു സാഹചര്യം തന്നെയാണ് വരുന്നത്. അതിൻ്റെ കാരണം ഇവിടെ ബ്രേക്കറിൻ്റെ കണക്ഷനെല്ലാം തന്നെ വരുന്നത് ഫേസ് ലൈനിൽ മാത്രമാണ്. RCCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ന്യൂട്രൽ ലൈന് അതിന് ബ്രേക്കർ കണക്ഷനൊന്നും വരുന്നില്ല. സ്വാഭാവികമായിട്ടും RCCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ന്യൂട്രൽ ലൈന് അതിന് എർത്തിങ് സംഭവിക്കുമ്പോൾ RCCB നിൽക്കാത്ത അവസ്ഥ തന്നെയാണ് വരുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. ഇവിടെ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ ഒരു പൈപ്പിനകത്തേക്ക് വെള്ളം കയറി വരുന്നുണ്ട്. പക്ഷെ ഇനി മഴ മാറുന്ന സമയത്ത് ഈ പൈപ്പിനകത്തേക്ക് കയറിയിട്ടുള്ള വെള്ളം അത് തിരിച്ച് ഭൂമിയിലേക്ക് ഒഴുകുന്ന സാഹചര്യം തന്നെയാണ് വരുന്നത്. അതായത് ഈ പൈപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരു എൽബോ ഉണ്ടായിരിക്കും. ഈ ഭാഗത്ത് ഒരു എൽബോ വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് കപ്ലിംഗ് വന്നിട്ടുണ്ടാവും. അതായത് രണ്ട് പൈപ്പ് കൂടിച്ചേരുന്ന ആ ഒരു ഭാഗം വരുന്നുണ്ട്. അങ്ങനെ വരുന്ന ഭാഗത്ത് കൂടിയൊക്കെ വെള്ളം വീണ്ടും താഴോട്ട് ഒഴുകുന്ന സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. അതായത് നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ പൈപ്പിനകത്ത് കയറിയിട്ടുള്ള വെള്ളം പിന്നീട് മഴ മാറുന്ന സമയത്ത് ആ പൈപ്പിൻ്റെ ഉള്ളിൽ നിന്ന് താഴോട്ട് ഒഴുകുന്ന ഒരു സാഹചര്യം കൂടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കഥയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഈ വീട്ടുടമസ്ഥൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, മഴ പെയ്യുന്ന സമയത്ത് മറ്റെല്ലാ ബ്രേക്കറും ഓഫ് ചെയ്ത് വെച്ചിട്ടും RCCB നിൽക്കുന്നില്ല എന്നതാണ്. പക്ഷെ പിറ്റേ ദിവസം ആ RCCB ഒരു ഇലക്ട്രീഷ്യൻ വന്നിട്ട് ഓൺ ചെയ്യുന്ന സമയത്ത് അത് നിൽക്കുകയും എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഒരു പക്ഷെ ഈ ഭൂമിയുടെ അടിയിലൂടെ പോകുന്ന ആ ഒരു പൈപ്പിലേക്ക് വെള്ളം കയറുന്നു. അങ്ങനെ കയറിയ വെള്ളം പൈപ്പിലേക്കും കയറി വരുന്നു. പൈപ്പിനകത്ത് വന്നിട്ടുള്ള ആ ഒരു ന്യൂട്രൽ വയറിൻ്റെ ഇൻസുലേഷൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈ കയറിയിട്ടുള്ള വെള്ളം ഇവിടെ ഒരു ചാലകമായിട്ട് പ്രവർത്തിക്കും. സ്വാഭാവികമായിട്ടും ഈ ന്യൂട്രൽ ലൈന് ഭൂമിയിലേക്ക് ഒഴുകുന്നു. RCCB ഈ ഒരു സമയത്ത് ട്രിപ്പ് ആവുന്നു. അതായത് ന്യൂട്രൽ ലൈന് എർത്തിങ് സംഭവിക്കുന്നത് കാരണം RCCB ട്രിപ്പ് ആവുന്നു. ഇതിപ്പോൾ മഴ പെയ്യുന്ന സമയത്താണ്. പക്ഷെ പിന്നീട് മഴ മാറുന്നു. പിറ്റേ ദിവസം രാവിലെയാണ് ഒരു ഇലക്ട്രീഷ്യൻ വന്നിട്ട് ഇവിടെ RCCB ഓണാക്കുന്നത്. ആ ഒരു സമയത്ത് ഇവിടെ RCCB നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് പിന്നീട് ഒരു പ്രശ്നവും വരുന്നില്ല. അപ്പോൾ ഇവിടെ രാത്രി മഴ പെയ്യുന്ന സമയത്താണ് RCCB ട്രിപ്പ് ആയത്. പിന്നീട് അത് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ല. അതായത് എല്ലാ ബ്രേക്കറും ഓഫ് ചെയ്തിട്ടും RCCB ഓണാക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ പിറ്റേന്ന് രാവിലെ ഇത് ഓണാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടക്ക് ഈ പൈപ്പിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യം അത് നമുക്ക് നോക്കാം. ഇവിടെ രാത്രി മഴ പെയ്യുന്ന സമയത്ത് പൈപ്പിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറി വരുന്നു. അത് പിറ്റേ ദിവസം ആവുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ഗ്യാപ്പ് വരുന്നുണ്ട്. അതായത് ഒരുപാട് മണിക്കൂർ ഗ്യാപ്പ് വരുന്നുണ്ട്. അതായത് രാത്രി മഴ പെയ്യുന്ന സമയത്ത് പൈപ്പിനകത്തേക്ക് വെള്ളം കയറി പിന്നീട് പിറ്റേ ദിവസം
ആണ് RCCB ഓൺ ചെയ്യുന്നത്. അതിനിടക്ക് ഒരുപാട് മണിക്കൂറിന് ഗ്യാപ്പ് വരുന്ന ആ ഇടക്ക് ഈ ഒരു പൈപ്പ് പൂർണ്ണമായിട്ടും ഡ്രൈ ആവുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു പൈപ്പ് ഡ്രൈ ആവുന്ന സാഹചര്യത്തിൽ പിന്നീട് RCCB ഓൺ ആക്കി കഴിഞ്ഞാൽ അത് നിൽക്കുകയും നമുക്ക് മറ്റെല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കാനും സാധിക്കും. കാരണം RCCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ആ ഒരു ന്യൂട്രൽ ലൈന്, ആ ന്യൂട്രൽ ലൈനിൻ്റെ ഇൻസുലേഷൻ പോയിട്ടുള്ള ആ ഒരു ഭാഗവും എർത്തും തമ്മിൽ ഒരു ബന്ധവും ഈ സാഹചര്യത്തിൽ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയും സംഭവിക്കാം. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് ഈ വീടിനകത്തുനിന്ന് പുറത്തേക്ക് പോയിട്ടുള്ള കണക്ഷനൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടി വരും. അപ്പോൾ ഇവരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കണക്ഷനുകളൊക്കെ പരിശോധിക്കേണ്ട ഭാഗമായിട്ട് ഈ വീടിൻ്റെ ചുമരിൽ നിന്ന് ആ ഒരു മതില്, ഗേറ്റ് അങ്ങനെ വരുന്ന ഭാഗത്തേക്ക് പോകുന്ന ആ പൈപ്പുകളൊക്കെ മാന്തിയെടുക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ വീട്ടുടമസ്ഥന് വന്നിട്ട് പറഞ്ഞു, ഈ മതില്, ഗേറ്റ്, അതുപോലെ തന്നെ വിറക് പെര, മോട്ടോർ ഷെഡ് അങ്ങനെ വരുന്ന ഭാഗത്തേക്കൊക്കെ ആദ്യത്തെ ടീം അംഗങ്ങൾ അവർ വന്നിട്ട് അതെല്ലാം തന്നെ പുതിയ വയറിങ് ചെയ്തതാണ് എന്ന് പറഞ്ഞു. അത് നമുക്ക് നോക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നി. കാരണം ആ മതിലിലേക്ക് നോക്കുന്ന സമയത്ത് അവരുടെ ആ മതിലിൽ ഒരുപാട് ലൈറ്റുകളുണ്ട്. പക്ഷെ എല്ലാം തന്നെ പുതിയ ലൈറ്റുകളാണ്. അതിൻ്റെ സ്റ്റിക്കർ പോലും പോയിട്ടില്ല എന്ന് വ്യക്തമാണ്. നമ്മൾ പഴയ ലൈറ്റുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ തിളക്കമെങ്കിലും ഒന്ന് അല്പം കുറയും. ഇതെല്ലാം തന്നെ പുതിയ ലൈറ്റുകളാണ്. പിന്നെ എല്ലാം തന്നെ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലാസ് പൊട്ടിയിട്ട് വെള്ളം കയറുന്ന ആ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മേലത്തെ ഭാഗം ലൂസായിട്ട് വരുന്ന ആ ഒരു സാഹചര്യം, അങ്ങനെ ഒരു പ്രശ്നം അവിടെ കാണാൻ സാധിക്കുന്നില്ല. പിന്നെ വീടിൻ്റെ പുറം ചുമരിൽ നിന്ന് ആ മതിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ആ ഒരു പൈപ്പ് എന്നത് 1/2 ഇഞ്ചിൻ്റെ പ്ലംബിംഗ് പൈപ്പാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഇതിനു മുൻപ് വന്നിട്ടുള്ള ആളുകൾ ആദ്യത്തെ വയറിംഗ് പൈപ്പ് ഒഴിവാക്കിയിട്ട് 1/2 ഇഞ്ചിൻ്റെ പ്ലംബിംഗ് പൈപ്പ് ഉപയോഗിച്ചതാണെന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ അതിൻ്റെ വന്നിട്ടുള്ള വയറുകൾ എല്ലാം തന്നെ പുതിയ വയറുകളാണെന്ന് അത് നോക്കിയപ്പോൾ തന്നെ കാണാൻ സാധിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അതായത് വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് മതിലിലേക്ക് പോയിട്ടുള്ള ആ ഒരു വയറിംഗ് ഒക്കെ തന്നെ പുതിയതായിട്ട് ചെയ്തിട്ടുള്ളതാണെന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ 1/2 ഇഞ്ച് പ്ലംബിംഗ് പൈപ്പ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ രണ്ടാമത് ചെയ്തിട്ടുള്ള ആ ഒരു വയറിംഗ്, അതിന് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും വരാനുള്ള സാധ്യത നമുക്കവിടെ കാണാൻ സാധിക്കില്ല. കാരണം ഈ 1/2 ഇഞ്ചിൻ്റെ പ്ലംബിംഗ് പൈപ്പ് ഉപയോഗിച്ചിട്ട് ഈ വയറൊക്കെ കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പ്ലംബിംഗ് പൈപ്പ് ഒട്ടിച്ചിട്ടാണ് കൊണ്ടുപോകാറ്. ഇങ്ങനെ ഒട്ടിച്ചിട്ട് കൊണ്ടുപോകുന്ന ആ ഒരു പൈപ്പിൻ്റെ ഉള്ളിലേക്ക് പിന്നീട് എങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞാലും വെള്ളം ഇറങ്ങുന്ന ഒരു സാഹചര്യം വരുന്നില്ല എന്ന് 100% വ്യക്തമാണ്. പിന്നെ അതിൽ വരുന്നിട്ടുള്ള വയറുകളെല്ലാം തന്നെ പുതിയതാണ്. ഇനി മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഈ ഒരു മതിലിലേക്ക് കയറുന്ന ആ ഒരു പൈപ്പിൻ്റെ ഭാഗം, ആ ഒരു ഭാഗത്ത് കൂടി വെള്ളം കയറുന്ന ഒരു സാഹചര്യം അവിടെ വന്നിട്ടില്ല. അതെല്ലാം തന്നെ അവർ നല്ല രീതിയിൽ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് ഈ പ്ലംബിംഗ് പൈപ്പിലേക്ക് വെള്ളം കയറി വരുന്ന ഒരു സാഹചര്യം തന്നെ അവിടെ വന്നിട്ടില്ല. പിന്നെ നമുക്കൊരു സാഹചര്യം വരുന്നത്, നമ്മൾ ഈ മതിൽ വന്നിട്ടുള്ള ആ ഒരു ലൈറ്റിൻ്റെ ഒക്കെ ഗ്ലാസ് പൊട്ടിയിട്ടും അതുപോലെ തന്നെ അതിൻ്റെ മേലത്തെ കവറിങ് ലൂസായിട്ടൊക്കെ അതിൽ വെള്ളം കയറി വരുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇത് ഫിറ്റ് ചെയ്ത ആളുകൾ നല്ല രീതിയിൽ വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലൈറ്റിലേക്ക് യാതൊരുവിധ കാരണവശാലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം തന്നെ അവിടെ വന്നിട്ടില്ല. എനിക്ക് അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. ഈ വീട്ടിൽ മഴ പെയ്യുന്ന സമയത്ത് RCCB ട്രിപ്പ് ആവാനുള്ള കാരണമായിട്ട് നമുക്ക് ഈ വീട്ടിൽ നിന്ന് മതില്, ഗേറ്റ് അങ്ങനെ പോകുന്ന ആ ഒരു കണക്ഷനല്ല കാരണമായിട്ട് വരുന്നത് എന്ന് 100% വ്യക്തമായി. അപ്പം അന്ന് അവർ ആ കംപ്ലൈൻറ്റ് തീർത്തത് കൊണ്ട് ഒരു പക്ഷെ അന്ന് ആ മതിലിലേക്കും ഗേറ്റിലേക്കും ഒക്കെ പോയിട്ടുള്ള കണക്ഷന് കംപ്ലൈൻറ്റ് ഉണ്ടായിരിക്കാം. അത് കാരണം RCCB ട്രിപ്പും ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അവരത് കണ്ടെത്തിയതിനു ശേഷം ആ ഒരു പ്രശ്നമൊക്കെ പരിഹരിച്ചിട്ടുണ്ട് നിലവിൽ. ഇപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഇവിടെ വീട്ടിൽ നിന്ന് ആ മതിലിലേക്കും ഗേറ്റിലേക്കും പോകുന്ന ആ ഒരു കണക്ഷന് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല എന്ന് 100% വ്യക്തമാണ്. ഇപ്പോഴും മഴ പെയ്യുന്ന സമയത്ത് RCCB ട്രിപ്പ് ആവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം ഇനിയും ഞാൻ കണ്ടെത്തണം. അപ്പോൾ ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് ഇപ്പോഴും RCCB ട്രിപ്പ് ആവുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ വീട്ടിൽ നിന്ന് മതിലിലേക്കും അതുപോലെ തന്നെ ഗേറ്റിലേക്കും പോകുന്ന ആ ഒരു കണക്ഷൻ നോക്കുന്ന സമയത്ത് അതിന് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും കാണാൻ സാധിച്ചില്ല. പക്ഷേ ഇവിടെ ഈ RCCB എന്തുകൊണ്ട് ട്രിപ്പ് ആവുന്നു ഇത് നമുക്ക് നോക്കണമെങ്കിൽ ഇനിയും നമുക്ക് പുറത്തേക്ക് പോകുന്ന കണക്ഷൻ നോക്കേണ്ടി വരും. രണ്ടാമത് നോക്കിയത് നമ്മൾ ഈ വീട്ടിൽ നിന്ന് വിറക് പെരയിലേക്ക് പോകുന്ന കണക്ഷനാണ്. അപ്പോൾ ആ ഒരു കണക്ഷനെ നമ്മൾ നോക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാര്യമായിട്ട് ഒരു പ്രശ്നം ഇല്ല എന്ന് മനസ്സിലായി. കാരണം
ഈ ഒരു വീടിൻ്റെ ഒരു ചുമരിൽ നിന്ന് അവിടെ ആ വിറക് പെരയിലേക്ക് ഫേസ് ഇൻവെർട്ടറും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ ഫേസ് ഇൻവെർട്ടറും കൊണ്ടുപോകാൻ അവരവിടെ ഉപയോഗിച്ചിട്ടുള്ളത് HDPE എന്ന് പറയുന്ന ആ ഒരു പൈപ്പാണ് അവരവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഒരു പൈപ്പിന് പൊതുവെ നമ്മൾ ജോയിൻ്റ് ഒന്നും തന്നെ കൊടുക്കുന്നില്ല. ഇവരും അവിടെ ജോയിൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ഒരു പക്ഷേ എന്നേക്കാൾ മുൻപ് അവിടെ വർക്കിന് വന്നവർ ഇട്ട് കൊടുത്തതായിരിക്കാം ആ ഒരു പൈപ്പ്. കാരണം ഈ ഒരു വീടും വിട്ടിട്ട് ഒരുപാട് അകലെയാണ് വിറക് പെര വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ പുറം ചുമരിൽ ഒരു 3x3 ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബോക്സിൽ നിന്ന് ഈ ഒരു പൈപ്പ് കൊണ്ടുവന്നിട്ട് നേരെ മണ്ണിൻ്റെ അടിയിലൂടെ അത് വിറക് പെരയിലേക്ക് എത്തുന്നുണ്ട്. ആ വിറക് പെരയിലേക്ക് എത്തിയതിനു ശേഷം ആ വിറക് പെരയുടെ ചുമരിലേക്ക് ഈ പൈപ്പ് ഡയറക്റ്റ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു പൈപ്പിൻ്റെ ഉള്ളിലൂടെ 2 വയർ കൊണ്ടുവന്നിട്ടുണ്ട്, ഫേസ് ഇൻവെർട്ടറും. ആ ബോർഡിൽ 2 സ്വിച്ചാണ് കൊടുത്തിട്ടുള്ളത്, 2 ലൈറ്റിൻ്റെ സ്വിച്ചാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ലൈറ്റിൻ്റെ സ്വിച്ചിലേക്ക് വരുന്ന ഫേസ് ഇൻവെർട്ടറാണ് ഇപ്പോൾ ഈ പൈപ്പിലൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പൈപ്പിലൂടെ വന്നിട്ടുള്ള വയറിന് പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നും കാണാൻ സാധിച്ചില്ല. അപ്പോൾ വിറക് പെരയിലേക്ക് വന്നിട്ടുള്ള കണക്ഷൻ്റെ പ്രശ്നം കൊണ്ടല്ല ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് RCB ട്രിപ്പ് ആവുന്നത് എന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ വീടിൻ്റെ പുറം ചുമരിൽ നിന്ന് ആ ഒരു മതിലിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ആ ഒരു കണക്ഷൻ്റെ പ്രശ്നം കൊണ്ടുമല്ല ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് RCB ട്രിപ്പ് ആവുന്നത് എന്ന് 100% വ്യക്തമാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ വീട്ടിൽ വന്നിട്ടുള്ള ആ ഒരു മോട്ടോർ ഷെഡിലേക്ക് പോകുന്ന കണക്ഷനാണ്. അത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചത് ഈ വീടിൻ്റെ പുറം ചുമരിൽ ഒരു 3x3 ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സിൽ നിന്ന് ഒരു HDP എന്നറിയപ്പെടുന്ന ആ ഒരു പൈപ്പ് ഉപയോഗിച്ചിട്ട് നേരെ മണ്ണിൻ്റെ അടിയിലൂടെ ആ ഒരു മോട്ടോർ ഷെഡിലേക്ക് വരുന്ന രീതിയാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ അതിൽ വന്നിട്ടുള്ള വയറുകൾ പുതിയ വയറുകളാണ് എന്ന് കാണാൻ സാധിച്ചു. അപ്പോൾ ഈ വീട്ടുടമസ്ഥൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ മോട്ടോർ ഷെഡിലേക്കും വിറക് പെരയിലേക്കും അതുപോലെ തന്നെ ഗേറ്റ്, മതിൽ അങ്ങനെ വരുന്ന ഭാഗത്തേക്കൊക്കെ മുൻപ് വന്ന ആളുകൾ രണ്ടാമത് വയറിങ് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് നോക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം ഇതെല്ലാം തന്നെ രണ്ടാമത് വയറിങ് ചെയ്തതാണെന്ന് നമുക്ക് ഇതിലൂടെ തന്നെ വ്യക്തമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ മോട്ടറിലേക്ക് വരുന്ന വയറിൻ്റെ ഇൻസുലേഷൻ പോയിട്ടും അല്ല ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് RCB ട്രിപ്പ് ആവുന്നത് എന്ന് വ്യക്തമാണ്. ഇനി ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊരു സംശയം ഇവിടെ വരാം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആ ഒരു വീടിൻ്റെ പുറം ചുമരിൽ നിന്ന് ഗേറ്റ്, മതിൽ അങ്ങനെ വരുന്ന ഭാഗത്തേക്ക് 1/2 ഇഞ്ചിൻ്റെ പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു വയർ കൊണ്ടുപോയിട്ടുള്ളത് എന്ന്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു സംശയം വരാം, ഈ പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പ് ഉപയോഗിച്ചിട്ട് വയർ കൊണ്ടുപോകുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം വരാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഈ പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന പൈപ്പ് ഉപയോഗിച്ചിട്ട് ഞാനല്ല വയർ കൊണ്ടുപോയിട്ടുള്ളത്. എന്നേക്കാൾ മുൻപ് ആ വീട്ടിൽ വന്നിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന ഈ ഒരു പൈപ്പ് ഉപയോഗിച്ചിട്ട് വയർ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വയറിൻ്റെ ഉള്ളിലേക്ക് ഒരു കാരണവശാലും വെള്ളം കയറി വരില്ല. കാരണം നമുക്കിത് ഒട്ടിച്ചിട്ടൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷേ ഈ ഒരു പൈപ്പിൻ്റെ ഒരു നെഗറ്റീവ് വശം മറ്റൊന്നുമല്ല, ഈ ഒരു പൈപ്പ് വയർ ചൂടാവുന്ന സമയത്ത് ഉരുകി വരുന്ന ഒരു സാഹചര്യം വരാറുണ്ട്. അതായത് ഈ ഒരു പൈപ്പിന് നമുക്ക് ചൂട് താങ്ങാനുള്ള ശേഷി കുറവാണ്. നമ്മൾ ഈ HDPE എന്നറിയപ്പെടുന്ന പൈപ്പൊക്കെ ഉപയോഗിക്കാനുള്ള കാരണം അതിന് 190 ഡിഗ്രി ഏകദേശം ചൂട് താങ്ങാനുള്ള ശേഷിയുണ്ട്. അത് മാത്രമല്ല പല ബെനിഫിറ്റും നമുക്ക് വേറെയും കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയുമ്പോൾ വീഡിയോയുടെ ലെങ്ത്തും കൂടും, വീഡിയോയുടെ ടോപ്പിക്കും മാറിപ്പോകും. അപ്പോൾ ഞാനിപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും പറയുന്നില്ല എന്ന് മാത്രം. സാധാരണ ഇലക്ട്രീഷ്യന്മാരാരും തന്നെ ഈ HDPE എന്നറിയപ്പെടുന്ന പൈപ്പുകളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടല്ല മണ്ണിൻ്റെ അടിയിലൂടെ വയറുകളെ കൊണ്ടുപോകുന്നത്. അവിടെയൊക്കെ സാധാരണ നമ്മൾ പ്ലംബിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന 1/2 ഇഞ്ചിൻ്റെ PVC പൈപ്പൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കൊണ്ടുപോകാറ്. ഈ PVC പൈപ്പ് ഉപയോഗിച്ചിട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് യാതൊരു പ്രശ്നം വരുന്നില്ല. പക്ഷെ അത് വയർ ചൂടാവുന്ന സമയത്ത് പൈപ്പും കൂടി ചൂടാവുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഉരുകി പിടിക്കുന്ന ഒരു അവസ്ഥ അവിടെ വരുന്നുണ്ട്. പക്ഷെ ഈ HDPE എന്നറിയപ്പെടുന്ന പൈപ്പ് അങ്ങനെ പെട്ടെന്ന് ഉരുകില്ല. കാരണം ഇതിന് 190 ഡിഗ്രി വരെയൊക്കെ അത് ചൂട് താങ്ങാൻ ശേഷിയുള്ളതാണ്. പിന്നെ ബെനിഫിറ്റ് പലതും വേറെയും കിട്ടുന്നുണ്ട്. പക്ഷെ ഇത് നമുക്ക് എല്ലായിടത്തും വാങ്ങാൻ പറ്റാറില്ല. പിന്നെ ഇത് നമുക്ക് റോൾ കണക്കാണ് വരുന്നത്. അപ്പോൾ വലിയ ആവശ്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാം. പക്ഷെ ചെറിയൊരു മെയിൻ്റനൻസ് വർക്കിനൊക്കെ നമുക്ക് ഈ HDPE എന്നറിയപ്പെടുന്ന പൈപ്പൊക്കെ ഉപയോഗിക്കുന്നത് അത്ര പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന ഒരു സംഭവമല്ല എന്നാണ് വാസ്തവം. നമ്മളിവിടെ എത്തിയതിനു ശേഷം ഈ വീട്ടിൽ വന്നിട്ടുള്ള ആ ഒരു 3 ഫേസിൻ്റെ DB ബോർഡ് നമ്മൾ മൊത്തത്തിൽ പരിശോധിച്ചു. അത് പരിശോധിക്കുന്ന സമയത്ത് വീട്ടുടമസ്ഥൻ പറഞ്ഞിരുന്നു മഴ പെയ്യുന്ന സമയത്ത് മറ്റെല്ലാ ബ്രേക്കറും ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ RCB നിൽക്കുന്നില്ല എന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ എത്തിച്ചേർന്ന നിഗമനം എന്നത്
RCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ന്യൂട്രൽ ലൈന് ഏതോ ഒരു ഭാഗത്ത് വെച്ചിട്ട് എർത്തിങ് സംഭവിക്കുന്നുണ്ട് എന്നതാണ്. അപ്പോൾ അത് പ്രകാരം നമ്മൾ വീടിൻ്റെ പുറത്തേക്ക് പോകുന്ന കണക്ഷനാണ് നമ്മൾ പരിശോധിച്ചത്. ആദ്യം മതിൽ, ഗേറ്റ് അങ്ങനെ വരുന്ന കണക്ഷൻ നമ്മൾ പരിശോധിച്ചു. ആ ഒരു സമയത്ത് വീട്ടുടമസ്ഥ വീണ്ടും പറഞ്ഞു ഈ ഒരു കണക്ഷനൊക്കെ മുൻപ് മറ്റു പലരും ശരിയാക്കിയെടുത്തതാണ് എന്ന്. അപ്പോൾ ഇവിടെ വിറക് പെര, മോട്ടോർ ഷെഡ് അതൊക്കെ നമ്മൾ വീണ്ടും പരിശോധിച്ചു. ഇപ്പോൾ ഇവിടെ പുറത്തേക്ക് പോകുന്ന കണക്ഷനും കംപ്ലൈൻ്റ് ഒന്നും കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഈ വീടിൻ്റെ പുറത്തൊന്നും നമുക്ക് കംപ്ലൈൻറ്റ് കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഈ വീടിനകത്ത് വന്നിട്ടുള്ള കംപ്ലൈൻറ്റ് കൊണ്ടാണ് ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് RCB ട്രിപ്പ് ആവുന്നത് എന്ന് വ്യക്തമാണ്. അപ്പോൾ ഇനി നമുക്കിവിടെ കണ്ടെത്തേണ്ടത് RCBയുടെ ഔട്ടായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ന്യൂട്രൽ ലൈന് വീടിൻ്റെ അകത്ത് ഏത് ഭാഗത്ത് വെച്ചിട്ട് എർത്തിങ് സംഭവിക്കുന്നു, എങ്ങനെ എർത്തിങ് സംഭവിക്കുന്നു എന്ന് നമുക്ക് വിശദമായിട്ട് കണ്ടെത്തണം. അതെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിശദമായിട്ട് കണ്ടെത്താം. ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ ഈ വീഡിയോക്ക് താഴെ വരുന്ന കമൻറ്റ് ബോക്സിൽ തുറന്നെഴുതുക. ഈ ഒരു വീഡിയോ താൽക്കാലികമായിട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.